അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് പുറത്തു പോയി ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി എടുത്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംബോഡിയയിലെ ക്യാപിറ്റലായ പ്ലംപേൻ എന്ന് പറയും. അതിന് ഷോർട്ട് കട്ട് നോംപേൻ അങ്ങനെയാണ് അറിയുന്നത്. PP. ഓക്കെ, അതിൻ്റെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിൻചേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. റോഡ് നമ്പർ 271 അതാണ് റോഡ് നമ്പർ. അപ്പോൾ അന്നിങ്ങനെ വെറുതെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ രാത്രി വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ പ്രകൃതി മനോഹരമായ ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം 11 മണി രാത്രി. ഡിന്നറെല്ലാം കഴിഞ്ഞ് വെറുതെ റൂമിലിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് പുറത്ത് പോയി കറങ്ങല്ലോ എന്ന് വിചാരിച്ചു വണ്ടി എടുത്ത് പുറത്തിറങ്ങിയതായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ റൂൾസും നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ഒന്നല്ല. നമുക്ക് ഏത് വഴി എവിടെ വേണമെങ്കിൽ നോൺട്രി എല്ലായിടത്തും പോവാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ക്യാമറ അങ്ങനെ സിഗ്നലിൽ റൂൾസ് അങ്ങനെ സ്ട്രോങ് ഒന്നല്ല നമ്മുടെ നാട്ടിലെ മാതിരി. നമ്മളൊക്കെ നാട്ടിൻ്റെ ഒരു 10 വർഷം പിന്നിലേക്ക് പോയാൽ എങ്ങനെയുണ്ട് അതേമാതിരിയാണ്. നമുക്ക് റൂട്ടിൽ നിന്ന് വേണമെങ്കിൽ തിരിച്ചു പോവാം, വേണമെങ്കിൽ യൂട്ടേൺ അടിക്കാം, എല്ലാം നമ്മൾ നോക്കി വണ്ടിയില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് പോലീസുകാരെയാണ് നോക്കേണ്ടത്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ കുറേയായി. എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ ലൈസൻസ് ഇല്ലായിരുന്നു വണ്ടി ഓട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ GCCയിലെ ലൈസൻസ് ഉണ്ടായിരുന്നു. അത് ഇൻ്റർനാഷണൽ ലൈസൻസാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ പോയാലും ഓട്ടാമെന്ന് വിചാരിച്ച്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്, GCCയിലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അത് ഉദ്ദേശിച്ച് ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങും. അങ്ങനെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ പോലീസ് പിടിക്കും. ഇവിടെ പോലീസ് പിടിച്ച അത്ര വലിയ സീനൊന്നുമല്ല. അവർ $50 $100 പറയും ലൈസൻസ് കാണിച്ചു കൊടുത്താൽ. കാരണം എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ 50 മാക്സിമം 50. അത് നമ്മൾ പറഞ്ഞ് നമ്മൾ $10 കൊടുത്താൽ പോലും ഹാപ്പിയാണ്. ആ $10 കൊടുക്കുക, അവർ ഓക്കെ എന്ന് പറയും. അങ്ങനെയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ. പോലീസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ചെക്കിങ്ങൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല, അത് ഇവിടുത്തെ ഭയങ്കര റൂൾസാണ്. പക്ഷേ ഞാൻ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കലില്ല, വെള്ളം അടിക്കലില്ല. അതുകൊണ്ട് ആ കാര്യത്തിനെ പറ്റി എനിക്കറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തന്നെ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചില്ലറ കൊടുത്ത് പോയി. അങ്ങനെ പിന്നെ എൻ്റെ വണ്ടി അവർ നോട്ട് ചെയ്ത് ഞാൻ എവിടെ പോകുമ്പോഴും അവരെന്നെ പിടിക്കും. കാരണം അവരെല്ലാവർക്കും പറഞ്ഞു ഇങ്ങനത്തെ ഒരു വണ്ടി അയാൾക്ക് ലൈസൻസ് ഇല്ല, അപ്പം അങ്ങനെയാണ് ഇങ്ങനെ എല്ലാപ്പോഴും എന്നെ പിടിക്കും. അപ്പം പിന്നെ ഞാനത് ഇങ്ങനെ ആയാൽ പറ്റില്ല. അപ്പം ലൈസൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. 1 വർഷം ഞാൻ ലൈസൻസ് ഇല്ലാതെ ഓട്ടി കംബോഡിയയിൽ. അങ്ങനെ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ഏജൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ പറയുന്നത് GCC ലൈസൻസ് പറ്റില്ല. നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യൻ ലൈസൻസാണ്. അപ്പോൾ എൻ്റെ കയ്യിലാണ് ഇന്ത്യൻ ലൈസൻസ്. കാരണം അങ്ങനെ ഞാൻ ഇന്ത്യൻ ലൈസൻസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലേക്ക് പോയതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ത്യൻ ലൈസൻസിൻ്റെ പുറകെ പോയിട്ടില്ല. പിന്നെ GCC പോയി അവിടുന്ന് ലൈസൻസ് എടുത്തു. പിന്നെ അവിടെ വണ്ടി ഓട്ട് അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ ഓരോ രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസാണ് എൻ്റെ കയ്യിലുള്ളത്, GCC. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് വിസയൊക്കെ പോയാലും ഇടപോലെ നമുക്ക് വണ്ടി ഓട്ടാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഏത് രാജ്യത്തെ ആണോ നമ്മളുടെ പാസ്പോർട്ട്, നമ്മുടെ മദർ കൺട്രി ഏതാ വെച്ചാൽ അവിടുത്തെ ലൈസൻസ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ്. എൻ്റെ കയ്യിലാണെങ്കിലില്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോകും. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നാട്ടിൽ പോയിട്ട് ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തു. അവിടെ ആണെങ്കിൽ നമ്മൾ GCC ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരെയും അറിയിക്കും.
ലേണിംഗ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് കഴിഞ്ഞു, ലൈസൻസ് തന്നു അവർ. GCC ലൈസൻസ് എനിക്കറിയാം ഭയങ്കര വാല്യൂ അല്ലേ, അപ്പോൾ അവിടെ ഒരു ലൈസൻസ് തന്നു. അങ്ങനെ ആ ലൈസൻസ് എടുത്ത് ഞാൻ കംബോഡിയയിൽ വന്നു. കംബോഡിയയിൽ വന്നിട്ട് ആ ഏജൻറ്റിൻ്റെ കൈ കൊടുത്തു. അവർ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളെ എംബസി, ഇന്ത്യൻ എംബസി ഉണ്ടാവും, ഓരോ രാജ്യത്തും നമ്മളെ എംബസികളുണ്ടാവും. നമ്മളെ എംബസി പോയിട്ട് അവിടെ നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇന്ത്യൻ ലൈസൻസിൻ്റെ കോപ്പി, പിന്നെ നമ്മൾ റെസിഡൻസ് വിസ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റെസിഡൻസ് വിസൻ്റെ ഒരു കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ലെറ്റർ തരും. ആ ലെറ്ററും കൊണ്ട് നമ്മൾ ഏജൻറ്റിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. 3 ദിവസത്തിനുള്ളിൽ അവർ ലൈസൻസ് തരും. ഓക്കെ, വെറും തുച്ഛമായ പൈസകളും. നമ്മുടെ ഇവിടുത്തെ $86. $86 തന്നെ നമ്മുടെ നാട്ടിലൊരു ഏകദേശം 8,000 രൂപ വരും, അത്രേ ഉള്ളൂ. പക്ഷേ വേറൊരു പ്രത്യേകതയുണ്ട്, വേറൊരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയില്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈസൻസ് 1 ഇയർ തരുള്ളൂ. കാരണം നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തെ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ആദ്യം തൊട്ട് തുടങ്ങണം. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഇവിടെ പോയി, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ പാസ്സായി വരുന്നവർക്ക് മാത്രമേ 10 വർഷത്തെ എക്സ്പയർ ഡേറ്റ് കിട്ടുള്ളൂ. ഓക്കെ, 10 വർഷത്തെ നമ്മളെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത് എടുക്കണമല്ലോ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ, കാരണം അത് നമുക്ക് ഭയങ്കര റിസ്ക്. നമുക്ക് പഠിക്കാൻ പോകണം, പിന്നെ അതിൻ്റെ ബാക്ക് നോക്കാനും നമുക്ക് സാറില്ല. ഇതാകുമ്പോൾ ഓക്കെ, സിമ്പിൾ. നമുക്ക് നേരെ ഏജൻറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ പുതുക്കിയാൽ മതി. അതേ പുതുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും വേണ്ട, ഈ ലൈസൻസും പാസ്പോർട്ടിൻ്റെ കോപ്പിയും മാത്രം മതി, നമുക്ക് ലൈസൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കംബോഡിയൻ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ 3 വർഷമായി, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നു. പിന്നെ വണ്ടിയിലെ റൂൾസ് നിയമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ, ഇവിടുത്തെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ഇടണം, കണ്ടിന്യൂ ആണ്. പക്ഷേ നമ്മൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ ഇവിടെ ക്യാമറ കാര്യങ്ങൾ അങ്ങനെയൊന്നും അഡ്വാൻസ് ആയിട്ടില്ല. മെയിൻ സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമറയുള്ളൂ. പിന്നെ ഡ്രൈവിങ് നമ്മുടെ നാട്ടിലെ മാതിരി നമുക്ക് ബൈക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും റോട്ടിൽ. നമ്മൾ ഭയങ്കര, നിങ്ങളിപ്പോൾ കണ്ടാൽ അറിയാം, ഭയങ്കര ഡ്രൈവിങ് എന്ന് പറയുമ്പോൾ നാട്ടിലെ സെയിം ഡ്രൈവിംഗ് ആണ്. അവിടുന്ന് വണ്ടി വരും, ഇവിടുന്ന് വണ്ടി വരും, അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യമാണ്. പക്ഷേ റോഡും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്, നല്ല അടിപൊളി റോഡാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയാണ് കംബോഡിയയിലത്തെ ലൈസൻസിൻ്റെ കാര്യം. അപ്പോൾ വെറുതെ ഒന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയൊന്ന് പങ്കുവെക്കാം. പുതിയ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ വരാനോ ഒക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വരാൻ നല്ല രാജ്യമാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കതൊരു നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു നല്ലൊരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ, ബൈ.